ഡെഫിനറ്റ്ലി. ഇന്നിപ്പം നമ്മള് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, പണ്ടേ നമ്മൾ പറയുന്നതാണ് ഓവേറിയൻ ക്യാൻസർ. പഴയ കാലത്തൊക്കെ ഈ പൗഡർ കൂടുതൽ ഉപയോഗിക്കുമ്പം ലേഡീസൊക്കെ മുഖത്ത് പൗഡർ ഇടുന്ന പോലെ പ്രൈവറ്റ് ഏരിയയിലും പൗഡർ ഇടും. അത് ഓവേറിയൻ ക്യാൻസർ കൂട്ടുമെന്ന് പണ്ടേ അറിയാവുന്ന കാര്യം. ഞങ്ങളൊക്കെ ഈ 1980s തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ പറയുന്നൊരു കാര്യമാണ്. ജസ്റ്റ് ടാൽക്കം പൗഡർ അത് നമ്മളുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് അത് ആ ഓവറിയിൽ എംബഡ് ചെയ്ത് അവിടെ ക്യാൻസർ വരാനുള്ള എപ്പിത്തീലിയൽ ക്യാൻസേഴ്സ് എന്ന് പറയും, അത് വരാനുള്ള സാധ്യത കൂട്ടുന്നു എന്നും ഡെക്കേഡ്സ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മൾ കോസ്മെറ്റിക്സിന്റെ ഉപയോഗം ഒത്തിരി കൂടുവാണല്ലോ. അപ്പം അതിൽ പ്രത്യേകിച്ച് ഈ ഹെയർ ട്രീറ്റ്മെന്റ് ഇപ്പം ഐ തിങ്ക് ഞാനൊരു വൺ ഇയർ ബാക്ക് എന്തോ ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു, US ഭയങ്കര ക്യാമ്പയിൻ നടക്കുകയാണ് അബൌട്ട് എൻഡോമെട്രിയൽ ക്യാൻസർ വരാൻ കാരണം നമ്മളെ ഈ ഇതിന് നമ്മളെ ഹെയർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹെയർ സ്ട്രെങ്തനിങ് കേളിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഓരോ കെമിക്കൽസ് ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടിന് വേണ്ടി കമ്പനീസിനെ സൂ ചെയ്യുവാണ്. അപ്പം അത് ഈ അഡ്വക്കേറ്റ്സ് അതിന് ക്യാമ്പയിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് എല്ലാ ഇങ്ങനത്തെ പ്രശ്നം വന്നിരിക്കുന്ന ക്യാൻസർ വന്ന ലേഡീസിനെയും ഒക്കെ കൂട്ടി അപ്പോൾ ഈ കമ്പനീസിനെ ഈ കോസ്മെറ്റിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കമ്പനീസിനെയും ഒക്കെ സൂ ചെയ്യാൻ അത് കേസ് എവിടെ വരെ പോയെന്ന് എനിക്കറിയില്ല. ഈവൻ അതിനകത്ത് നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യൻ കമ്പനീസും പലതും യുഎസിൽ ഈ കോസ്മെറ്റിക്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അഗേൻസ്റ്റ് കേസ് ഉണ്ടെന്നും പറഞ്ഞു തോന്നുന്നു. ബട്ട് വട്ട് കേസും അതൊക്കെ ലീഗൽ ഇഷ്യൂസ്. ബട്ട് ഈ ഹെയർ ട്രീറ്റ്മെൻറ്റും എല്ലാ കെമിക്കൽസും എല്ലാ കോസ്മെറ്റിക്സും നമ്മളുടെ ക്യാൻസർ പോസിബിലിറ്റി വർദ്ധിപ്പിക്കും. അതിൽ ഈ ഇതിൻ്റെ കാര്യത്തിൽ എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പല സ്റ്റഡീസും തന്നെ വന്നിട്ടുണ്ട് അത് കൂട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അതിനെക്കുറിച്ച് ഈവൻ ഈ നമ്മുടെ ഹെയർ ഡൈ ഉണ്ടല്ലോ, അത് കിഡ്നി ഫെയിലിയറിനും അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും എൻഡോമെട്രിയം ഇത് മാത്രമല്ല, എൻഡോമെട്രിയം എപ്പോഴും പ്രോസ്റ്റേറ്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അത് മെയിലിൽ യൂട്രസ്, ഫീമെയിലിൽ യൂട്രസ്, മെയിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് പ്രോസ്റ്റേറ്റ്. ഇതിൻ്റെ എല്ലാം ക്യാൻസർ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഓർക്കുക. അപ്പം നമ്മൾ അത് നമ്മുടെ ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവരും ഓർക്കണം. ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലും നമ്മൾ കോസ്മെറ്റിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പേരൻസ് ആണല്ലോ അതും കുറച്ച് പ്രൊമോട്ട് ചെയ്ത് ഈവൻ കൊച്ചു കുട്ടികൾക്ക് പോലും ഇട്ട് ലിപ്സ്റ്റിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങും. അത് നമുക്ക് ക്യാൻസറും മറ്റ് എല്ലാ ഹെൽത്ത് പ്രോബ്ലംസും കൂട്ടുമെന്ന് നോക്കാം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.